ഹലോ ഫ്രണ്ട്സ്, ഇതൊരു 290ൻ്റെ നൈറ്റി മെറ്റീരിയലാണ്. ഇതുകൊണ്ട് നമുക്കൊരു 3 പീസ് നൈറ്റി സ്റ്റിച്ച് ചെയ്യാം. എക്സൽ സൈസിലെ നൈറ്റിയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നുകൂടെ നല്ലോണം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് തുടങ്ങിയാലോ. ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഒരു 7 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. 7 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നേരെ താഴേക്ക് ഒരു 8 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. യോക്ക് ലെങ്ത്ത് നമുക്ക് ഒരു 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഈ 10 ഇഞ്ചും ഈ 7 ഇഞ്ചും തമ്മിൽ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് നമുക്ക് 3 ഇഞ്ചാണ് വേണ്ടത്. നമുക്കൊരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ബാക്ക് നെക്ക് നമുക്കൊരു 3.5 ഇഞ്ച് മതി. ഫ്രണ്ട് നെക്ക് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു, 6 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അതൊരു ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്കൊരു റൗണ്ട് വരച്ചു കൊടുക്കാം. ബാക്ക് നെക്കല്ലേ. ഇനി ഫ്രണ്ട് നെക്ക് നമുക്ക് ഇതൊരു കർവ് പോലെ വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തിട്ട് ഇവിടുന്ന് നേരെ താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ മാർക്ക് ചെയ്യാം. നമുക്കൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ആ 1.5 ഇഞ്ചും ഈ പോയിൻറ്റും തമ്മിൽ യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കിനി സ്ലീവ് അടയാളപ്പെടുത്താം. സ്ലീവ് നമുക്കൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. 7 ഇഞ്ചിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടി 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ലൈക്കും ചെയ്തേക്കണേ. 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 7 ഇഞ്ചിൻ്റെ നേരെ താഴേക്ക് ഒരു 7.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 7.5 ഇഞ്ചാണ്. കാരണം ഈ പീസും തമ്മിലാണ് നമ്മൾ ജോയിൻ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 8 ഇഞ്ചും ഇവിടെ 7.5 ഇഞ്ചുമാണ് എടുക്കേണ്ടത്. കാരണം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നതുകൊണ്ട് ഇത് കറക്റ്റായിരിക്കും ഇവിടെ വയ്ക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇനി സ്ലീവ് വിഡ്ത്ത് ഒരു 14 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 7 ഇഞ്ച്. ആ 7 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഈ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് നീക്കി നമുക്കൊരു മാർക്കിട്ട് കൊടുക്കാം. ഇനി ഇവിടെ 3.5 ഇഞ്ച്. ഇനി ഈ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പോയിന്റും തമ്മിൽ നമുക്ക് യോജിപ്പിക്കാം. അപ്പോൾ ഇവിടെ ഒരു 4 കിട്ടും. അപ്പോൾ ഇത് യോജിപ്പിക്കുക. ഇനി ഇതും യോജിപ്പിക്കുക. തേര് വശം ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചാൽ മതിയാവേ. ഇനി ഇവിടെ 4 ഇഞ്ചാണല്ലോ. അപ്പം ഇവിടെ 4 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം ഈ പീസും ഈ ഭാഗവും ഇതും തമ്മിൽ വേണം ജോയിൻ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ
ഇവിടെ 4 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് വരച്ച് കൊടുക്കാം. ഇനി ഈ 10 ഇഞ്ചും ഈ 9 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അതും കൂടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. ഇപ്പോൾ കൂടുതൽ അമ്മമാരും ഇട്ട് കാണുന്ന 3 പീസ് നൈറ്റി ആണല്ലോ. അപ്പോൾ ഈ കട്ടിങ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാൻ പോവുകയാണ്. സ്ലീവ് കട്ട് ചെയ്തു ശേഷം ഇത് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് യോക്ക് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാവേ. അത് കഴിഞ്ഞ് യോക്ക് കട്ട് ചെയ്യാം. ഞാനിങ്ങനെയാണ് നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ആണെങ്കിൽ നമുക്ക് നൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഭംഗിയിൽ കിട്ടുകയെ. നമുക്ക് സ്ലീവും ഇവിടെ വരുന്ന ആ പോർഷൻ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാവേ. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യാവേ. ഇവിടെ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് തുണി ചെറുതായിട്ട് പറക്കുന്നുണ്ട്. ഈ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ പീസിൽ നിന്നാണ് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അത് കാണിച്ചു തരാവേ. ഇത് നമുക്ക് ജോയിൻ്റ് പീസായിരിക്കുമല്ലോ, ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പോർഷനും തമ്മിൽ സെപ്പറേറ്റ് ആയി കിട്ടും. ഇങ്ങനെ. അതിനുശേഷം ബാക്ക് പോർഷൻ നമുക്ക് മാറ്റി വെക്കാം. ഇതിങ്ങനെ ആദ്യം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യണം. കണ്ടോ? ഇങ്ങനെ. കണ്ടോ? അപ്പോൾ മറ്റേ മിക്സ് ആൻഡ് മാച്ച് നൈറ്റി മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടോ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ക്രോസ് പീസ് ആദ്യം വരച്ച് കൊടുത്തിട്ട് ഇത് ബാക്കിൽ നമുക്ക് നെക്കിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഇത്രയും നമുക്ക് ക്രോസ് പീസ് കിട്ടുവേ.
ഇത് ഫ്രണ്ട് പീസ്, ഇത് സ്ലീവ്, ഇത് ബാക്ക് പോർഷൻ. ഈ വെട്ടിപ്പോയ ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് ഫ്രണ്ടിൽ കെട്ട് വെച്ച് കൊടുക്കാനൊക്കെ എടുക്കാം. പിന്നെ പൈപ്പിംഗ് ലേസ് ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടും എടുക്കാവേ. ഞാൻ സാധാരണയായിട്ട് പൈപ്പിംഗ് ലേസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.